സോറി ആന്റി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പാർവതിയെയും പ്രിയനെയും കൈലാഷിനെതിരെ തിരിക്കാൻ ശ്രമിച്ചതിന് അവൻ എന്നോട് നല്ല ദേഷ്യമുണ്ട്. ഇപ്പൊ അവന്റെ വിശ്വാസം തിരിച്ചു പിടിക്കലാണ് എന്റെ ലക്ഷ്യം. പക്ഷേ പാർവതി, ഞാൻ അവളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ കൈലാഷ് അവളുടെ പുറകെ നടക്കുന്നത് നിർത്തുവെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പകരം അവളോട് കൂടുതൽ സഹതാപം തോന്നുകയുള്ളൂ. അതുപോലെ അവളെ പുറത്താക്കിയതിന് എന്നെ വെറുക്കുകയും ചെയ്യും. അങ്ങനെ ആ ദരിദ്രവാസിക്ക് വേണ്ടി എന്റെ മകന്റെ മുമ്പിൽ ഒരു വില്ലത്തിയാവാൻ എനിക്ക് മനസ്സില്ല. കൈലാഷിന് ഇഷ്ടമുള്ളതുപോലെ നടന്നാൽ മാത്രമേ എനിക്ക് അവനെ സ്വാധീനിക്കാൻ കഴിയൂ. പാർവതിയെ തോൽപ്പിക്കാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. ഇതൊക്കെ പോസിബിൾ ആയ കാര്യമാണ് ആന്റി. കൈലാഷ് വീണ്ടും നമ്മളെ വിശ്വസിക്കൂ? നിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ എന്നെ അവൻ വിശ്വസിക്കും. കാരണം ഞാൻ അവന്റെ അമ്മയാ. ഓഹോ, അപ്പൊ കൈലാഷ് എന്നെ വെറുത്താലും ആന്റിക്ക് ഒരു കുഴപ്പമില്ല അല്ലേ? കൈലാഷിനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. മുക്ത, ആന്റി, പ്രിയനും പാർവതിയും തമ്മില് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് നിനക്ക് സംശയമില്ലേ? അത് യാഥാർത്ഥ്യമാക്കി മാറ്റാൻ ശ്രമിക്കും. അവര് തമ്മിൽ ശരിക്കും സ്നേഹത്തിലായ പാർവതി തന്നെ കൈലാഷിനെ വേണ്ടെന്ന് പറയും. അങ്ങനെ ചെയ്ത പാർവതി അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഞാൻ അവന്റെ മുമ്പിൽ കുറ്റക്കാരിയാവുകയും ചെയ്യില്ല. അത് കൊള്ളാലോ ആന്റി. നമ്മള് കൈലാഷിനെ കൊണ്ട് പാർവതിയെ വേണ്ടെന്ന് വെപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അതിനേക്കാൾ നല്ലത് പ്രിയന് വേണ്ടി പാർവതി കൈലാഷിനെ ഒഴിവാക്കുന്നത്. അങ്ങനെ സംഭവിച്ച പാർവതിയെ കൈലാഷ് വെറുക്കാൻ തുടങ്ങും. നീയെ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി. നിന്നോട് എത്ര തവണ പറയണം കമ്പനി കാര്യങ്ങളല്ലാതെ ഒന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്? ഓ, കൈലാഷിന്റെ മുന്നിൽ ആളാകാൻ എന്നെ കുറ്റക്കാരിയാക്കി. ആന്റിയെ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമാകും. മമ്മി പാർവതിയുടെയും പ്രിയന്റെയും കാര്യത്തിൽ ചെയ്തതെല്ലാം മുക്തയുടെ വാക്ക് കേട്ടിട്ടായിരിക്കുമെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. എന്തായാലും മമ്മി അവളുടെ സ്വാധീനത്തിൽ നിന്ന് പുറത്തു വന്നല്ലോ. ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. മമ്മി പാർവതിയുടെയും പ്രിയന്റെയും വിഷയത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിന്റെ തീരുമാനം ശരിയായതുകൊണ്ടാ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ എപ്പോഴും നിന്റെ നല്ലതിന് വേണ്ടിയാ ചിന്തിക്കുന്നതെന്ന് നീ ഒരിക്കലും മറക്കരുത്. ഞാൻ നിന്റെ അമ്മയാ, ശത്രുവല്ല. അയ്യോ മമ്മി, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ചിലപ്പോ മമ്മിയുടെ തീരുമാനങ്ങൾ കേട്ട് പകച്ചിട്ടുണ്ടെന്നല്ലാതെ മമ്മി ഒരു ശത്രുവായിട്ട് കാണാൻ എനിക്ക് കഴിയൂ? ഞാൻ പോട്ടെ. താങ്ക്സ് എ ലോട്ട് മമ്മി. ലവ് യു. ലവ് യു ടു. ബൈ. കൈലാഷ് സർ. ആ പ്രിയൻ. പ്രിയൻ, ഇപ്പൊ എല്ലാ ടെൻഷനും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. സീതാ മാമിനെ കണ്ടപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി. മാഡം കരുണാകരൻ സാറിന്റെ ഭാഗം നിൽക്കുമെന്നാണ് ഞാൻ കരുതിയത്. പ്രിയൻ മാത്രമല്ല, ഞാനും അങ്ങനെ തന്നെയാ കരുതിയത്. കരുണാകരന്റെ മുന്നിൽ തോറ്റെങ്കിൽ ഞാൻ ഉറപ്പായും കമ്പനി വിട്ടു പോയേനെ. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ തൊഴിലാളികളെല്ലാം പ്രാർത്ഥിക്കായിരുന്നു. എന്തായാലും മമ്മി അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് എന്റെ കൂടെ നിന്നപ്പോ ഒരുപാട് സന്തോഷം തോന്നി. അല്ലെങ്കിലും അമ്മമാർക്ക് മക്കളെ വിജയിച്ച് കാണണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ സർ. ശരിയാ. ഇപ്പൊ എന്റെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നത് പോലെ. സാറിപ്പോ റിലാക്സ്ഡ് ആണ്. പാറുവിനെ കുറിച്ച് എല്ലാം സാറിനോട് തുറന്നു പറഞ്ഞാലോ? മമ്മിയുടെ കാര്യം മാത്രമല്ല, പാർവതി ഗന്ധർവനെ മറക്കാൻ തീരുമാനിച്ചല്ലോ. ഇനി വൈകാതെ അവളോട് എന്റെ മനസ്സിലുള്ളത് വെളിപ്പെടുത്തണം. ഇനിയും വൈകിപ്പിച്ച അവളുടെ ജീവിതത്തിൽ വേറെ ആരെങ്കിലും കയറി വരുന്നത് ഞാൻ കണ്ടു നിൽക്കേണ്ടി വരും.
അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും പാർവതി പ്രപ്പോസ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പോവാ. നീ കട്ടയ്ക്ക് എന്റെ കൂടെ നിൽക്കണം. ഞാനോ? പിന്നെ അല്ലാതെ, പ്രിയനല്ലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ പിന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷം പ്ലാൻ ചെയ്യുമ്പോ പ്രിയനും കൂടെ ഉണ്ടാവണ്ടേ? ഉണ്ടാവണം. കുട്ടിക്കാലം മുതലേ എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും എന്റെ നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കരുതിയിരുന്ന